അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മക്കളെ, നാളെ പരീക്ഷയുള്ളത് അഖീദയാണ്. നല്ല ഉഷാറായിട്ട് നമുക്ക് എഴുതണം. ചെറിയ ഒരു മോഡലും ചെറിയ നിലക്ക് ഒരു റിവിഷനുമാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ മക്കളൊക്കെ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കേൾക്കുക, ഫുള്ളായിട്ട് കേൾക്കുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഇവിടെ സാധാരണ നമുക്ക് ചോദ്യം ഉണ്ടാവാറുള്ളത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ളതാണ്. അല്ല, എങ്ങനെയല്ല ഉണ്ടാലേ ഇതിൽ ചോദ്യം കണ്ടില്ലേ, സ്വർഗം കാക്ക. നമ്മളെന്ത് ചെയ്യുക, ഓരോ മലക്കിനെ കൊടുത്തിട്ടുണ്ട്. ആ മലക്കുകളെ പണി എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്വർഗം കാക്കുന്ന മലക്കാരാണ് നമുക്കറിയാം, റിദ്വാൻ അലൈഹിസ്സലാം. ആ ഇപ്പുറത്തെ ഇടത് സൈഡിലുള്ള മൂന്നാമത്തതാണ് അല്ലേ. അപ്പൊ റിദ്വാൻ അലൈഹിസ്സലാം എന്നതിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒന്നാമത്തെ കള്ളിയില്, ഇവിടെ സെൻട്രലിലുള്ള ഒന്നാമത്തെ കള്ളിയിൽ കൊടുക്കുക. രണ്ട്, ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യല് അതാരെ പണിയാണ്? മുൻകർ നക്കീർ അലൈഹിമസ്സലാം അവരെ പണിയാണ് അല്ലേ. ആ രണ്ട് വിഭാഗം മലക്കുകളെ പണിയാണ്. മുൻകർ നക്കീർ അലൈഹിമസ്സലാം അവരെ എന്ത് ആ പേരെടുത്തിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ കള്ളിയിൽ എഴുതി കൊടുക്കുക. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ അതാരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പണിയാണ്. അപ്പൊ ഇസ്രാഫീൽ എന്നതിന് മൂന്നാമത്തെ കള്ളിയിൽ കൊടുക്കുക. അഥവാ സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ എന്നതിനെ നേരെ എഴുതി കൊടുക്കുക. റൂഹുകളെ പിടിക്കൽ നമ്മളൊക്കെ മരിപ്പിക്കുന്ന പണി ആരാണ്? അത് അസ്റായീൽ അലൈഹിസ്സലാമാണ്. ആ രണ്ടാമത്തത് എടുത്തിട്ട് റൂഹുകളെ പിടിക്കൽ എന്നതിനെ നേരെ എഴുതി കൊടുക്കുക. നന്മ തിന്മ എഴുതൽ അതാരെ പണിയാണ്? നമ്മൾ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും എന്ത് ചെയ്യുക, നല്ല കാര്യം ചെയ്താലും വടക്ക് കാര്യങ്ങൾ ചെയ്താലും അത് എഴുതി വെക്കുന്ന പണി റഖീബ് അതീദ് അലൈഹിസ്സലാം അവരെ പണിയാണ്. അപ്പൊ അവര് ആ പേരെടുത്താണ് ഇവിടെ എഴുതി കൊടുക്കുക. നരകം കാക്കല് അതാരെ പണിയാണ്? മാലിക് അലി ഇസ്ലാമിന്റെ പണിയാണ് അല്ലേ. അപ്പൊ അത് എഴുത്ത് ചെയ്ത. ഇതിലിപ്പോ പ്രധാനികളായ 10 മലക്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം അല്ലേ. പക്ഷെ അതിലിവിടെ രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് ജിബ്രീൽ അലി ഇസ്ലാമും മറ്റൊന്ന് മീകായിൽ അലി ഇസ്ലാം അല്ലെ. വഹി എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ആർക്ക്? അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ആർക്ക്? ജിബ്രീൽ അലി ഇസ്ലാമിന്റെ. ഇടി, മിന്ന്, കാറ്റ്, മഴ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീകായിൽ അലി ഇസ്ലാം. ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഏത് എഴുതാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം കണ്ടില്ലേ, ശരിക്ക് ശരി നൽകാം. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു 8 ആകുന്നു. ഏതാ ശരി? 8 അല്ലേ? 8 ആണോ? അല്ല, 6 ആകുന്നു. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ട്, മണ്ണ് കൊണ്ട്. മലക്കുകളെ പഠിച്ചത് എന്തുകൊണ്ടാണ്? നമുക്കത് ഓർമ്മ ഉണ്ടായാൽ മതി. മലക്കുകളെ പഠിച്ചത് പ്രകാശം കൊണ്ടാണ്. ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര കൊല്ലം കൊണ്ടാണ്? അതിൽ തന്നാലും തന്നിട്ടില്ലെങ്കിലും നമ്മുടെ കണക്ക് മാറാൻ പാടില്ല. 23. ചോദ്യം വന്നു, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ് എന്ന് ചോദ്യം വന്നാൽ എന്ത് ചെയ്യണം? അവിടെ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് 23 വർഷം എന്ന് എഴുതാൻ കിട്ടണം. ഇവിടെ ഇപ്പൊ ടിക്കിടാനുള്ളതാണ്. അപ്പൊ 23 വർഷം എന്നുള്ളത് രണ്ടാമത്തെ കള്ളിയിൽ ടിക്കിടുക. തൗറാത്തിന്റെ ഭാഷ ഏതാണ്? ഹിബ്രു, ഗ്രീക്ക്. ഏതാണ്? അത് ഹിബ്രു ആണ് അല്ലേ. അപ്പൊ അത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ഹിബ്രു അല്ലെങ്കിൽ ഇബ്രാനി ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ അതവിടെ എഴുതി കൊടുക്കുക. ഗ്രീക്ക് എന്നുള്ളത് സബൂർ, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കിതാബായ യുനാനി അഥവാ ഗ്രീക്ക് ഭാഷയിലുള്ളതാണ് എന്ത്, പിന്നെ സബൂർ. അത് ഏത്? ഇനി തൗറാത്ത് ചോദിച്ചത് കൊണ്ടാണ് ഇനി സബൂറ ചോദിച്ചതെങ്കിൽ ഗ്രീക്കിന്റെ അവിടെ ടിക്കിടേണ്ടി വരും. മനസ്സിലായില്ലേ? ഇഞ്ചീല ചോദിച്ചതെങ്കിൽ സുരിയാനി, സിരിയക്ക് ഭാഷ, അപ്പൊ അവിടെ ടിക്കിടേണ്ടി വരും. ഖുർആന്റെ ഭാഷ ഏതാണ്? അത് അറബിയാണ്. ഇനി ഉത്തരം എഴുതാനുള്ള വിഭാഗമാണ്. ഉത്തരം എഴുതാൻ കണ്ടില്ലേ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഏതിന്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏതിനാ? വിശ്വാസ വിശ്വാസ. ഏതും എന്ത് ചെയ്യണം, നോക്കിയിട്ട് എഴുതാം. ഓരോ അക്ഷരങ്ങൾ അറിയുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, അക്ഷരങ്ങൾ നോക്കിയിട്ട് തന്നെ. ഇനി ഏതെങ്കിലും അക്ഷരങ്ങൾ അറിയാത്ത ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും യോജിച്ച അക്ഷരങ്ങൾ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഒഴിച്ചിട്ട് കണ്ട് അടുത്ത അക്ഷരങ്ങൾ എഴുതി കൊടുക്കണം. ഒരക്ഷരം വിട്ടുപോയാലും എന്ത് ചെയ്യരുത്, നമുക്കത് ആ അക്ഷരം അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒഴിച്ചിടാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്ന രൂപത്തിലെങ്കിലും എഴുതി കൊടുക്കണം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് അല്ലേ. അപ്പൊ അത് എന്ത് ചെയ്യാം, ഓർമ്മയിലുണ്ടാകാം. പിന്നെ ഇഹപര വിജയത്തിന് അത് അനിവാര്യമാണ്. എന്താണ്? ജീവിതത്തിലെ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം അല്ലേ.
അപ്പൊ എന്ത് ചെയ്യുള്ളൂ, ഇഹപര വിജയത്തിന് അത് പിന്നെ അനിവാര്യമാണ് ഇത് ഈ നിയമങ്ങളും ചിട്ടകളൊക്കെ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതില് മൂന്നാമത്തെ ചോദ്യം കണ്ടില്ലേ, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ് അല്ലെ. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് എന്താണ്? മുഴുവനും മാർഗനിർദ്ദേശമാണ് എന്ത്? പരിശുദ്ധ ഖുർആൻ. ഇനി രണ്ടാമത്തെ നാലാമത്തത് മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 2 എഴുതുക. മലക്കുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണത്? ഉറക്കമില്ല, ക്ഷീണമില്ല, അപ്പൊ തന്നെ കഴിഞ്ഞു അല്ലേ. 2 എഴുതിയാൽ മതി. പിന്നെ തീറ്റയില്ല, കുടിയില്ല, തീറ്റയും കുടിയുമില്ല, ഉറക്കവും ക്ഷീണവുമില്ല. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. പിന്നെന്താണ്? അള്ളാഹു ചെയ്യുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ഇതിലൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് എളുപ്പമുള്ളതൊന്നും വേഗം എഴുതി കൊടുത്താൽ മതി. ഇനി വ്യക്തമാക്കാനുള്ളതാണ്. വ്യക്തമാക്കാൻ പറഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ, അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്രയാണ്? കിതാബുകൾ എത്രയാണ്? 4 കിതാബുകളാണ് അല്ലെ. ഏതൊക്കെയാണ്? തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. അങ്ങനെ പഠിച്ചാൽ മതി. തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. ഏതൊക്കെയാണ്? പാടി നോക്കി. തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. അത് നമ്മൾ ഓർമ്മയിലുണ്ടാകണം. 4 കിതാബുകൾ. ഏടുകൾ എത്രയാണ്? 100 ഓർമ്മയിലുണ്ടാകണം. സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? സബൂർ ഏതാണ്? ദാവൂദ് നബി അലൈഹിസ്സലാം. ഖുർആൻ ഏത് നബിക്കാ? നമ്മുടെ നബിക്ക്, മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറക്കാൻ പാടില്ല. ഇഞ്ചീല് ഈസാ നബി അലൈഹിസ്സലാമിന്, തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്. ഏത് ചോദിച്ചാലും എഴുതാൻ കിട്ടണം. ഈമാൻ കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തത്, ഒന്നാമത്തേതാ അള്ളാഹുവിൽ വിശ്വസിക്കുക, രണ്ടാമത്തേതാണ് മലക്കുകളിൽ വിശ്വസിക്കുക, മൂന്നാമത്തേതാണ് കിതാബുകളിൽ വിശ്വസിക്കുക. ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകണം. പിന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ 1 എഴുതുക. അള്ളാഹുവിന്റെ വിശേഷണം നമുക്കറിയാം. അവൻ ആരാണ്? അവൻ ഒരുവനാണ്. അവൻ ആരാണ്? അവൻ ഒരുവനാണ്. പിന്നെ അവന് കൂട്ടുകാരില്ല. അവൻ ആദ്യവും അവസാനം ഇല്ലാത്തവനാണ് അല്ലെ. എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? അള്ളാഹിനെ കുറിച്ച് ഏതും അറിയാം. എല്ലാവരും ആശ്രയിക്കുന്നവനാണ്, എല്ലാവരുടെയും ആശ്രയ കേന്ദ്രവുമാണ് അള്ളാഹു തആല. ഇങ്ങനൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം. ഇനി പൂരിപ്പിക്കാനുള്ളതാണ്. നോക്കി ആ പാട്ട് നമുക്കറിയാം. ഈമാനൂന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വറുസുലി വയൗമിത് തഹ്ലൂക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ഇതിലേറെ നല്ല ഉഷാറായിട്ട് പാടുന്ന കുട്ടികളാണല്ലേ. നമ്മള് എന്ത് ചെയ്യാ? ഇങ്ങനെ പാടി പഠിക്കന്നെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെയുള്ളതാ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. എന്താ പറഞ്ഞേ? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്. അല്ലാഹു പറയാണ് നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇതാണ് അതിന്റെ അർത്ഥം അല്ലേ. അതൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ടാകുക. അതൊക്കെ എന്ത് ചെയ്യുക? വേഗം എഴുതി കൊടുക്കുക, തെറ്റാതെ പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. ആ പാട്ട് ഏതായാലും വരും. ആയത്തും അതുമായി ബന്ധപ്പെട്ടതൊക്കെ എന്ത് ചെയ്യും? വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? എപ്പോഴും ഓർമ്മയിലുണ്ടാകുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ ഈ ചാനലിന്റെ പേര് മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ, ഉമ്മമാർക്കൊക്കെ എന്ത് ചെയ്യുക? ഉപ്പമാർക്ക് പ്രായം വ്യത്യാസമില്ലാതെ, വലിയ പ്രായമുള്ളവർക്കും വലിയ പ്രായമില്ലാത്തവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ വിശുദ്ധ ഖുർആന്റെ പാരായണം പഠിക്കാനും മനോഹരമാക്കാനും ഒക്കെ കഴിയുന്ന, വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാനൊക്കെ കഴിയും. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ കിട്ടും. ഇപ്പൊ ഈ വീഡിയോന്റെ അവസാനത്തിൽ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്.
ആ വീഡിയോ കേട്ടാൽ നമ്മുടെ ഖുർആന്റെ ക്ലാസ് എന്ത് ചെയ്യുക, സാധാരണക്കാർക്ക് എത്രത്തോളം മനസ്സിലാവും ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ആ ക്ലാസ് കേട്ടാൽ തിരിയും. ഈ ഇടത് ഭാഗത്ത് കണ്ടില്ല 1 എന്നുള്ള നമ്പറേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻഷാ അള്ളാഹ് വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. സംശയങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തീർക്കാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് നന്നായിട്ട് പാരായണം ചെയ്യാനും നമുക്ക് പഠിക്കാനും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ.